Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Test the convergence of sigma k equal to 1 to infinity k plus 3 factorial by 3 factorial k factorial 3 raised to k. Second question, sigma k equal to 1 to infinity 1 by cube root of 2k minus 1. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ആദ്യം ചെയ്യാം. ഒന്നാമത്തെ പ്രോബ്ലം സിഗ്മ k equal to 1 to infinity k plus 3 factorial by 3 factorial k factorial 3 raised to k. ഇവിടെ ഫാക്ടോറിയൽ ഉള്ളതുകൊണ്ട് നമ്മൾ റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. റേഷ്യോ ടെസ്റ്റ് പ്രകാരം ഇവിടെ നമ്മൾ യു കെ എന്നുള്ളത് എന്താണ്? യു കെ is equal to k plus 3 factorial by 3 factorial k factorial 3 raised to k. Then UK plus 1 കണ്ടുപിടിക്കാം. UK plus 1 കെയുടെ സ്ഥാനത്ത് k plus 1 കൊടുക്കുക. ന്യൂമറേറ്ററിൽ k plus 4 factorial divided by 3 factorial k plus 1 factorial 3 raised to k plus 1. k കാണുന്നിടത്തൊക്കെ നമ്മൾ k plus 1 കൊടുക്കുമ്പോൾ UK plus 1. ഈ റോ കാൽക്കുലേറ്റ് ചെയ്യും. റോ കാൽക്കുലേറ്റ് ഫോർമുല എന്താണ്? ലിമിറ്റ് k tends to infinity UK plus 1 by UK. ഇതാണ് ആ ഫോർമുല. ആ ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലിമിറ്റ് k tends to infinity UK plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? k plus 4 factorial by 3 factorial k plus 1 factorial 3 raised to k plus 1 divided by UK എന്താണ്? k plus 3 factorial by 3 factorial k factorial 3 raised to k. UK plus 1 എഴുതി താഴെ UK. This is equal to limit k tends to infinity k plus 4 factorial by 3 factorial k plus 1 factorial 3 raised to k plus 1. ഈ താഴെയുള്ളത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ 3 factorial k factorial 3 raised to k divided by k plus 3 factorial. ഈ ടേമിനേറ്റർ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലോട്ട് പോകും. ഇവിടെ ഡിനോമിനേറ്റർ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? limit k tends to infinity k plus 4 factorial എങ്ങനെ എഴുതാം? k plus 3 k plus 4 into k plus 4 into k plus 4 into k plus 3 factorial into 3 factorial ഇവിടെ k factorial 3 raised to k divided by 3 factorial k plus 1 factorial എന്നുള്ളതിനെ k plus 1 into k factorial 3 raised to k plus 1 നെ 3 raised to k into 3 k plus 3 factorial. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയൊക്കെ ചെയ്തു? k plus 4 factorial എന്ന് എഴുതി k plus 4 into k plus 3 factorial 3 factorial അങ്ങനെ എഴുതി k factorial അങ്ങനെ എഴുതി 3 raised to k അങ്ങനെ എഴുതി ഇവിടെ 3 ഫാക്ടർ ഇവിടെ എഴുതി k plus 1 ഫാക്ടോറിയൽ k plus 1 into k ഫാക്ടോറിയൽ then 3 raised to k plus 1 3 raised to k into 3 x raised to m plus എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to m into x raised to m. അപ്പോൾ 3 raised to k into 3 then k plus 3 ഫാക്ടോറിയൽ. ഇനി അതൊക്കെ ക്യാൻസൽ ചെയ്യണേ. ഈ 3 ഫാക്ടോറിയലും ഈ 3 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. പിന്നെ ഇത് ക്യാൻസൽ ചെയ്യും. k plus 3 ഫാക്ടോറിയലും k plus 3 ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്തു. പിന്നെ k factorial ക്യാൻസൽ ചെയ്തു. ഇവിടെ 3 raised to k 3 raised to k ക്യാൻസൽ ചെയ്തു. ബാക്കി നമുക്ക് കിട്ടുന്ന എന്താണ്? ലിമിറ്റ് k tends to infinity ന്യൂമറേറ്ററിൽ പിന്നെ ഉള്ള ടൈം ആകെ ഉള്ളത് k plus 3 ഫാക്ടർ കട്ടായി പോയി. ഇത് കട്ടായി പോയി. ഇത് കട്ടായി പോയി. ബാക്കി k plus 4 എന്ന് മാത്രമേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ എന്തുണ്ടെന്ന് നോക്കിയേ. ഡിനോമിനേറ്ററിൽ ഒരു k plus 1 ഉണ്ട്. ലിമിറ്റ് k tends to infinity ഇവിടുന്ന് k നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 4 by k വരും. ഇവിടെ നമുക്ക് 3 into k പുറത്തെടുത്ത് കഴിയുമ്പോൾ 1 plus 1 by k. ഈ k വെട്ടിപ്പോ k ക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഈ ടൈം 0 ഈ ടൈം 0 നമുക്ക് 1/3 വരും. 1/3 എന്നുള്ളത് ലെസ് ദാൻ 1 ആണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 1/3 ലെസ് ദാൻ 1 ആണ്. Therefore,
by ratio test. Therefore, by ratio test, since rho less than 1, the given series converges. Given series converges. ഇങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ പ്രോബ്ലം, ഫസ്റ്റ് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തത്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? റേഷ്യോ ടെസ്റ്റ് ആണ് ഉപയോഗിച്ചത്. റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഫാക്ടോറിയൽ വരുന്ന കേസിലൊക്കെ നമുക്ക് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ഇൻഫിനിറ്റി എ കെ പ്ലസ് 1 ബൈ എ കെ അല്ലെങ്കിൽ യു കെ പ്ലസ് 1 ബൈ യു കെ. അപ്പൊ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ നമ്മൾ യു കെ എന്ന് കൊടുത്തു. യു കെ എന്നുള്ള എന്താണ്? കെ പ്ലസ് 3 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ കെ ഫാക്ടോറിയൽ 3 റേസ്റ്റ് ടു കെ. നമുക്ക് യു കെ പ്ലസ് 1 കണ്ടുപിടിക്കണം. യു കെ പ്ലസ് 1 കണ്ടുപിടിക്കുന്നത് ചെയ്താൽ കെക്ക് വരെ കെ പ്ലസ് 1 കൊടുത്താൽ മതി. കെക്ക് വരെ കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യു കെ പ്ലസ് 1. അതിനുശേഷം യു കെ പ്ലസ് 1 യു കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഈ കെ പ്ലസ് 4 ഫാക്ടോറിയലിനെ കെ പ്ലസ് 4 ഇൻറ്റു കെ പ്ലസ് 3 ഫാക്ടോറിയൽ എഴുതാം. അതുപോലെ തന്നെ താഴെ 3 ഫാക്ടോറിയൽ ഇൻറ്റു കെ പ്ലസ് 1 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? കെ പ്ലസ് 1 ഇൻറ്റു കെ ഫാക്ടോറിയൽ എഴുതാം. 3 റേസ്റ്റ് കെ പ്ലസ് 1 എങ്ങനെ എഴുതാം? 3 റേസ്റ്റ് കെ ഇൻറ്റു 3 എഴുതാം. ഇനി നമുക്ക് സിമിലർ ആയിട്ട് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ റിമൈനിങ് ടേം ന്യൂമറേറ്ററിൽ കെ പ്ലസ് 4 എന്ന് വരും. ഇവിടെ കെ പ്ലസ് 4 എന്ന് വരും. ഡിനോമിനേറ്ററിൽ കെ പ്ലസ് 1 ഇൻറ്റു 3 എന്ന് വരും. ഈ ന്യൂമറേറ്ററിൽ നിന്ന് കെ നമ്മൾ പുറത്തെടുത്തു, ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ കെ പുറത്തെടുത്തു. ആ കെ ക്യാൻസൽ ചെയ്തു. 1 പ്ലസ് 4 ബൈ കെ ഇൻറ്റു 1 പ്ലസ് 1 ബൈ കെ ഇൻറ്റു 3. ഇനി കെക്ക് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1/3 വരും. ആ 1/3 വാല്യൂ ലെസ് ദാൻ 1 ആണ്. Therefore, by ratio test, sigma AK converges. Okay. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഈ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്ത് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Second question. Sigma k equal to 1 to infinity 1 by cube root of 2k minus 1. ഇതാണ് ഈ സീരീസ് കൺവെർജ് ആണോ ഡൈവർജ് ആണോ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത് ഹിയർ വി അപ്ലൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഹിയർ വി അപ്ലൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സീരീസിലെ ഈ 1 by cube root of 2k minus 1 ആണ് കിടക്കുന്നത്. 1 by cube root of 2k minus 1 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ ഇവിടെ ak എന്നുള്ള സിഗ്മ k equal to 1 to infinity ak എന്നുള്ളത് എടുക്കണം. സിഗ്മ k equal to 1 to infinity 1 by cube root of 2k minus 1. ഇതിന് പേര് കൊടുത്തു. ഈ ഫോം എ ന്യൂ സീരീസ്, ഒരു പുതിയ സീരീസ് ഫോം ചെയ്യാം. ഫോം എ ന്യൂ സീരീസ്. ആ സീരീസ് എന്താണ്? സിഗ്മ k equal to 1 to infinity bk. പുതിയ സീരീസ് ഫോം ചെയ്യുന്നു. അത് നമ്മളിവിടെ ന്യൂമറേറ്ററിൽ നിന്ന് 1 എടുക്കുക. സിഗ്മ k equal to 1 to infinity 1 by ഈ ക്യൂബ് റൂട്ട് ഓഫ് 2k minus 1 എങ്ങനെ എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 2k minus 1 എന്നുള്ളത് 2k minus 1 all raised to 1 by 3. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് ടേം 2k raised to 1 by 3 ആണ്. 2k raised to 1 by 3. അപ്പോൾ നമ്മുടെ bk എന്നുള്ള പുതിയ സീരീസ് ന്യൂമറേറ്ററിൽ ടേമുകളൊന്നുമില്ല. അപ്പൊ 1 divided by 2k raised to 1 by 3. ക്യൂബ് റൂട്ട് ഓഫ് 2k minus 1 എന്നത് 2k minus 1 all raised to 1 by 3 ആണ്. ഫസ്റ്റ് ടൈം 2k raised to 1 by 3. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സിഗ്മ k equal to 1 to infinity bk is equal to sigma k equal to 1 to infinity 1 by 2 raised to 1 by 3 into k raised to 1 by 3. That is equal to 1 by 2 raised to 1 by 3 sigma k equal to 1 to infinity 1 by k raised to 1 by 3. ഇനി ഈ സിഗ്മ k equal to 1 to infinity എന്നുള്ളതാണ്. സിഗ്മ k equal to 1 to infinity 1 by k raised to p എന്ന് പറയുന്നത് എന്ത് സീരീസ് ആണ്? ഒരു p സീരീസ് ആണ്. ഈ p സീരീസ് കൺവെർജ് ആവുന്ന എപ്പോഴാണ്? p യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരുമ്പോഴാണ്.
പിയുടെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിലോ സീരീസ് ഡൈവേർജ് ചെയ്യും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ പിയുടെ വാല്യൂ പി ഹിയർ പി ഈസ് ഈക്വൽ ടു 1/3. പിയുടെ വാല്യൂ 1/3 ആണ്, ലെസ് ദാൻ 1 ആണ്. പിയുടെ വാല്യൂ 1/3 ആണ്, അത് ലെസ് ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ സീരീസ് എന്താണ്? ന്യൂ സീരീസ് ഡൈവേർജ്. പുതിയ സീരീസ് ഡൈവേർജ് ചെയ്തു. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ഫോർമുല ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ak by bk. That is limit k tends to infinity. റോ കാൽക്കുലേറ്റ് ചെയ്യാം. That is limit k tends to infinity. ak എന്ന് പറഞ്ഞാൽ എന്താണ്? ak എന്ന് പറഞ്ഞാൽ 1/2k minus 1 whole raised to 1/3 divided by bk എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2k whole raised to 1/3. ak നെ നമുക്ക് bk കൊണ്ട് ഹരിക്കാം. അപ്പൊ ak യുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതി? 1/2k minus 1 whole raised to 1/3. bk യുടെ സ്ഥാനത്ത് എന്ത് എഴുതി? 1/2k raised to 1/3. ഇനി ഇത് നമുക്ക് എങ്ങനെ എഴുതാം? that is equal to rho is equal to limit k tends to infinity 1/2k minus 1 whole raised to 1/3 into 2k whole raised to 1/3 divided by 1. That is limit k tends to infinity 2k minus 1 whole raised to 1/3 എന്ന് എന്ത് പുറത്തെടുക്കാം? 2k whole raised to, ഇവിടെ 2k നമ്മൾ പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 1 minus 1/2k whole raised to 1/3 into 2k raised to 1/3 by ഡിനോമിനേറ്ററിൽ നിന്ന് ഈ 2k minus 1 whole raised to 1/3 എന്ന് ഞാൻ എന്ത് പുറത്തെടുത്തു? 2k പുറത്തെടുത്തു. 1 minus 1/2k whole raised to 1/3 into 2k raised to 1/3. This is equal to limit k tends to infinity 1/2k whole raised to 1/3 1 minus 1/2k whole raised to 1/3 into 2k whole raised to 1/3 divided by ഈ 2k raised to 1/3 2k raised to 1/3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി k ക്ക് നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/2k എന്താവും? 1/2k 0 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ? 1. അപ്പോൾ റോയുടെ വാല്യൂ 1 വരും. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്, ഫൈനൈറ്റ് ആണ്. നമുക്ക് പുതിയ സീരീസ് നമുക്ക് ഡൈവേർജ് ആണ് കിട്ടിയത്. റോയുടെ വാല്യൂ ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 0 ഫൈനൈറ്റ് കിട്ടി. Therefore we can say that the given series, നമ്മുടെ തന്നിട്ട് സീരീസ് എന്താണ്? 1/√2k minus 1 എന്നുള്ളത് ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പറയും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് തന്നിരിക്കുന്ന സീരീസ് ഡൈവേർജ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് given series, the given series is convergent. Given series is divergent. Given series divergent. ഇങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ പ്രോബ്ലം ചെയ്യുക. രണ്ടാമത്തെ പ്രോബ്ലം നമുക്ക് കിട്ടിയത് എന്താണ്? given series ഡൈവേർജ് ആണെന്നാണ് കിട്ടിയത്. അപ്പൊ ഡൈവേർജ് ആണെന്ന് കിട്ടാനായിട്ട് നമ്മൾ ഏത് ടെസ്റ്റ് ആണ് ഉപയോഗിച്ചത്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. നമ്മൾ ഉപയോഗിച്ച ടെസ്റ്റിന്റെ പേര് എന്താണ്? ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? തന്നിരിക്കുന്ന സീരീസിലെ നമ്മൾ സിഗ്മ k = 150 ak എന്ന് എടുക്കാം. തന്നിരിക്കുന്ന സീരീസിന് സിഗ്മ k = 150 ak എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു പുതിയ സീരീസ് അതിൽ നിന്ന് ഫോം ചെയ്യാം. ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ ഹൈസ്റ്റ് പവർ എടുത്തിട്ട് പുതിയ സീരീസ് ഫോം ചെയ്യുന്നു. ആ പുതിയ സീരീസ് നമുക്ക് ഇവിടെ കിട്ടിയത് ഒരു പി സീരീസ് ആയിട്ട് കിട്ടിയത്. പി സീരീസ് ആകുമ്പോൾ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ കൺവെർജ് ആണ്, 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡൈവേർജ് ആണ്. അപ്പോൾ ഇവിടെ പിയുടെ വാല്യൂ എന്താണ്? ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്. Therefore p = 1/3 ലെസ് ദാൻ 1 ആണ്. Therefore ന്യൂ സീരീസ് ഡൈവേർജ് ആണ്, പുതിയ സീരീസ് ഡൈവേർജ് ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റോ കാൽക്കുലേറ്റ് ചെയ്യണം. റോ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെ? ലിമിറ്റ് k ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ak by bk. അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റോയുടെ വാല്യൂ അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ റോ കാൽക്കുലേറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ റോയുടെ വാല്യൂ 1 കിട്ടും. ആ 1 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ 0 ഫൈനൈറ്റ്. അപ്പോൾ പുതിയ സീരീസ് ഡൈവേർജ് ആവുന്നു, റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ഫൈനൈറ്റ് ആവുന്നു. ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തുകൊണ്ട് we can say that
ഗിവൺ സീരീസ് നമ്മുടെ തന്നിരിക്കുന്ന സീരീസ് എന്താണ്? ഗിവൺ സീരീസ് ബൈ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ പറയും ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ഗിവൺ സീരീസ് ഡയറക്റ്റ്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഈ കഴിഞ്ഞ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം, ഒന്ന് നമ്മൾ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ റേഷ്യോ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തു, രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്തു. ഇപ്പൊ രണ്ട് പ്രോബ്ലം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 7 മാർക്കിനുള്ള 7 മാർക്ക് കിട്ടും നമുക്ക്. ഡിസംബർ 2023 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.